നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച നവകേരള സർവേയിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കി. സർവേയെക്കുറിച്ച് സിപിഎമ്മിന് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്നും ഉത്തരവ് വരുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറി കേഡർമാർക്ക് കത്തയച്ചു എന്നുമുള്ള സുപ്രധാന പരാമർശമാണ് ഹൈക്കോടതി നടത്തിയത്. നവകേരള സർവേക്ക് ഹൈക്കോടതിയുടെ ഫുൾ സ്റ്റോപ്പ്. പണം അനുവദിച്ചതിലും പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയിലും സംസ്ഥാന സർക്കാരിന് പിഴച്ചു. പദ്ധതിക്ക് ധനകാര്യ കമ്മീഷന്റെ അംഗീകാരമില്ലായിരുന്നുവെന്ന് കോടതി. സിപിഐഎമ്മിന് നേരെയും കോടതിയുടെ ഗൗരവ പരാമർശങ്ങൾ. നവകേരള സർവേക്ക് മന്ത്രിസഭാ അംഗീകാരം നൽകുന്നതിന് മുൻപ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി അണികൾക്ക് പദ്ധതിയെക്കുറിച്ച് കത്തയച്ചു. സിപിഐഎം പ്രവർത്തകരെ പോർട്ടലിൽ കുത്തിനിറക്കാൻ ശ്രമം നടന്നെന്ന ഹർജിക്കാരുടെ ആരോപണം ബലപ്പെടുത്തുന്നതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ കത്തെന്നും കോടതി. സർക്കാരിന് കരണത്തെറ്റടിയാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള കനത്ത തിരിച്ചടിയാണ്. സർക്കാരിൻ്റെ പണം, ഖജനാവിലെ പണം എടുത്തിട്ട് ഡിവൈഎഫ്ഐക്കാർക്ക് കൊടുത്തിട്ട് ഇനി ഇവർ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ഇവർ സർവേ നടത്താൻ പോണത്. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ മുഖത്ത് ഏറ്റവും ഒരു കനത്ത പ്രഹരമാണ് ഈ ഹൈക്കോടതിയുടെ ഈ വിധി പ്രസ്താവം എന്ന് പറയുന്നത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയല്ലെന്ന നിയമമന്ത്രി പി രാജീവ്. റദ്ദാക്കിയതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും. അതല്ല വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. KSU നേതാക്കളായ അലോഷ്യസ് സേവ്യർ, മുബാസ് എന്നിവരാണ് ഹർജി നൽകിയത്. 20 കോടി രൂപയാണ് നവകേരള സർവേ പദ്ധതിക്കു വേണ്ടി സർക്കാർ അനുവദിച്ചത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.